കോതമംഗലം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കേരള സോഷ്യൽ സർവീസ് ഫോറവും കാരിത്താസ് ഇന്ത്യയും സംയുക്തമായി ചേർന്ന് കേരളത്തിലെ 32 രൂപതകളിലുമായി നടപ്പിലാക്കുന്ന സജീവം ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായുള്ള ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് കോതമംഗലം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തപ്പെട്ടു. കോതമംഗലം രൂപത സോഷ്യൽ സർവീസ് സൊസൈറ്റി അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ പൗലോസ് നെടുംതടത്തിൽ ഉദ്ഘാടനം ചെയ്തു. 2025 ലഹരി വിരുദ്ധ ദിനത്തിന്റെ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിന്റെ ഉദ്ദേശവും ഈ ലഹരിയുടെ വിപണനം സൈക്കിള് നിർത്തുക, അതുമൂലമുണ്ടാകുന്ന ഓർഗനൈസ്ഡ് ക്രൈംസ്, കുറ്റകൃത്യങ്ങൾ അത് കുറയ്ക്കുക എന്നുള്ളതാണ്. ഇത് വലിയ ലക്ഷ്യത്തോടുകൂടി ലോകം മുഴുവൻ ഇതിനു വേണ്ടി അധ്വാനിക്കുമ്പോൾ ഇതിന്റെ ദൂഷ്യഫലങ്ങളെ കുറിച്ച് ഒത്തിരി പറഞ്ഞു തരേണ്ട കാര്യമില്ല. അതിന്റെ ദൂഷ്യഫലങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഇന്ന് ഈ പ്രകാരമൊരു പ്രതിസന്ധി രൂക്ഷമാകാനുള്ള കാരണം ഒന്നാമതായിട്ട് നമ്മുടെ തെരഞ്ഞെടുപ്പും അതിന് കാരണമാകുന്ന മനോഭാവവുമാണ്. ലഹരി ജീവിതത്തിൽ വേണ്ട എന്ന് വെക്കുവാനുള്ള തീരുമാനം വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ തന്നെ എടുക്കണമെന്ന് അദ്ദേഹം കുട്ടികളെ ഓർമ്മിപ്പിച്ചു. ജീവിതത്തിൽ തെരഞ്ഞെടുപ്പുകൾ കൃത്യമായിരിക്കണമെന്നും മനോഭാവങ്ങൾ ജീവിതത്തെ മനോഹരമാക്കാൻ ഉതകുന്നതുമായിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രശസ്ത മജീഷ്യൻ ജോയ്സ് മുകുടം മാജിക്കിലൂടെ ലഹരി വിരുദ്ധ ബോധവൽക്കരണം നടത്തി. പ്രിൻസിപ്പൽ ജെയിൻ ജോസ്, ഹെഡ്മിസ്ട്രസ് സ്റ്റെല്ല മാത്യു, സജീവം രൂപത കോർഡിനേറ്റർ ജോൺസൺ കറുകപ്പിള്ളിൽ, KCBC മധ്യവിരുദ്ധ സമിതി മധ്യമേഖലാ പ്രസിഡന്റ് ജെയിംസ് കോറമ്പേൽ, ജോസ് പോൾ എന്നിവർ പങ്കെടുത്തു. വിദ്യാർത്ഥികൾ ലഹരിവിരുദ്ധ പ്രതിജ്ഞയെടുത്തു. ഞാനും എന്റെ സമൂഹവും ലഹരിയിൽ വീഴാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഞാൻ നടത്തും. ജീവിതമാണ് ലഹരി എന്ന ആശയം എന്റെ ജീവിതത്തിൽ പകർത്തുന്നതിനൊപ്പം മറ്റുള്ളവരുടെ ജീവിതത്തിൽ ആശയം പകർത്തുന്നതിന് ഞാൻ പ്രയത്നിക്കും. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.